എന്താ ഒരു ഉത്ഭവം പോലെ? പേടിക്കണ്ട. ഗുസ്തി പിടിച്ച് മറ്റുള്ളവരെ മറിച്ചിടുന്നവനല്ല ശക്തൻ, ബുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്തുന്നവനാണ് ശക്തൻ. അതുപോലെ തന്നെയാണ് പ്രേമത്തിന്റെ കാര്യം. തനിക്ക് എന്താണല്ലോ ഒരു കുറവ്? സുന്ദരനല്ലേ, സുമുഖനല്ലേ, സൽ സ്വഭാവിയല്ലേ, പിന്നെ തൊഴിൽ മാത്രമല്ലേ വെച്ചിട്ട് കുറച്ചിലുള്ളൂ. അതുകൊണ്ടെന്താ, മാന്യമായൊരു തൊഴിലല്ലേ ഗീതൂട്ടിക്കുള്ളത്. ഓ, പുള്ളിക്കാരി ഉദ്യോഗസ്ഥയാണല്ലേ? പുളിങ്കൊമ്പി തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അതേടോ, പുള്ളിക്കാരി പുളിങ്കൊമ്പ് തന്നെയാ. അല്ല, ഒന്നാം തരം വാളംപുളി അയക്കുന്ന കൊമ്പ്. അതിനെ വളമിടാനും വെള്ളം ഒഴിക്കാനും തന്റെ ചടാക്ക് മുനിസിപ്പാലിറ്റി ലോറിയുമായി അങ്ങോട്ടൊന്നും വന്നേക്കരുത് കേട്ടോ. അതെ, ഗണപതി തന്നെ. അയ്യോ, ഉച്ചയ്ക്ക് മുമ്പ് അങ്ങോട്ട് എത്തിക്കൊള്ളാം. ഓക്കെ. ഡാഡിയാ? ഡാഡിയോ? ഇതൂട്ടിനെ കണ്ടില്ലേ, സെല്ലുലാർ ഫോൺ വഴിയാണ് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ്. അതുകൊണ്ട് തന്നെയാ ഞാൻ വേണ്ടെന്ന് വെച്ചത്. എന്തോന്ന്? അത് തന്നെ. തുറന്നങ്ങ് പറഞ്ഞോളൂ. ഗീതു മിഥു, ഇതിലേത് പീസിനെയാണ് താൻ വേണ്ടാന്ന് വെച്ചത്? അതല്ല, ഈ ഫോൺ ഇതിപ്പോ കണ്ട ബ്രോക്കർമാരുടെ കയ്യിൽ വരെ ആയിപ്പോയില്ലേ? അയ്യോ, എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാമെന്ന് തന്നെ വെക്ക്. കൊല്ലു. പക്ഷെ ഡെഡ് ബോഡി ആരേറ്റെടുക്കും? എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ഉറ്റവരില്ല, ഉടയവരില്ല, എനിക്ക് സ്ഥലം പോലും അറിയില്ല. അനാഥൻ, അനാഥന്റെ പ്രേതം, അനാഥ പ്രേതം. കുടിവെള്ളം വീഴ്ത്തി കിടക്കുന്ന വെള്ളക്കാരൻ, ബ്ലഡി വാട്ടർമാൻ, ഓർഫൻ. ബാക്കി കോക്ടെയിൽ അടിച്ച് രാത്രിയിൽ. ഇന്ന് നിന്റെ ഊക്ലേഷനാണ്. എന്തേ വിഷമം തോന്നി? അയാൾ പറഞ്ഞ സത്യമല്ലേ? ജാരസന്ധതി അവകാശപ്പെടാൻ ആരെങ്കിലും ഉണ്ട്? എനിക്ക് നീയും, നിനക്ക് ഞാൻ, അല്ലാതെ. വേണ്ട, നോ സെന്റിമെന്റ്സ്. കുടിവെള്ളത്തിന് കുടുംബിനികൾ കുടവുമായി അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ഗുഡ് ബൈ. എന്തായാലും എനിക്കറിയാവുന്ന ഭാഷകളൊക്കെ കെട്ടിത്തൂക്കി ഞാനൊരു ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഇത് അവളെ ഏൽപ്പിക്കണം. ഞാൻ പോലെ എന്റെ സ്ഥാപനത്തിൽ ദൂതിന് വന്നവൾക്ക് ഈ ഉപകാരം കൊടുത്ത് നളു എനിക്ക് എങ്ങനെയെങ്കിലും ഒരു മറുപടി വാങ്ങിത്തരണം. അല്ല, ഓർമ്മയില്ലേ പ്രത്യുപകാരത്തിന്റെ കാര്യം? അതിപ്പോ ഞാൻ കത്തേൽപ്പിക്കാം, പക്ഷെ അവള് മറുപടി തന്നില്ലല്ലോ. ഒരു കസിൻ എന്ന നിലയിൽ നളുവിന്റെ സ്വാധീനം ഉപയോഗിച്ച് എന്തായാലും വാങ്ങിച്ചു തരാം. വാങ്ങിച്ചെന്നൂടെ? വെറുതെ വേണ്ട. അധ്വാനിച്ച് സമ്പാദിക്കുന്ന ഒരു കാമുകൻ എന്ന നിലയ്ക്ക് പാരിതോഷികമായി ഞാനത് ഒരക്ഷരത്തിന് 10 രൂപ വെച്ച് തരാം. ഒരക്ഷരത്തിന് 10 രൂപയോ? അധിക അക്ഷരങ്ങളൊന്നും എനിക്ക് വേണ്ട. ഐ ലവ് യു എന്ന 8 അക്ഷരം മാത്രം മതി. 80 രൂപ കിട്ടും. തരൂ. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തോളാം. എന്ന് പറഞ്ഞാലോ, ഞാൻ ഇതിന്റെ മറുപടിക്ക് റെയിൽവേ ട്രാക്കിൽ തലയും വെച്ച് കാത്തു കിടക്കും. ട്രെയിൻ വരുന്നുണ്ട്. വേണ്ട. ഒരു പക്ഷെ എന്നെ പ്രേമിക്കുന്ന 3-ൽ 1 ഇവൾ തന്നെയാണെങ്കിലോ, എത്രയും പെട്ടെന്ന് ഒരു ശത്രുവായി കണ്ട അവൻ അകറ്റിയേ പറ്റൂ. ഇത് വെച്ചൊരു കളി കളിച്ചാലോ? ഹായ് രാധു. ഇതാര്? നല്ലേട്ടനോ? എന്താ? ഒരു ഹെൽപ്പ് വേണമായിരുന്നു. പറഞ്ഞോളൂ. ഒരു കഷ്ണം പേപ്പറിൽ ഹിന്ദിയിലൊന്ന് എഴുതി തരോ? എന്തോന്ന്? ഇത് വായിക്കുന്നവൻ തന്തയില്ലാത്തവനാണെന്ന് ഹിന്ദിയിൽ ഒരു കുറിപ്പ്. അയ്യോ, ആർക്കാത്? എന്റെ ഒരു സ്നേഹിതന് സമ്മാനിക്കാനാ. കുഴപ്പാവോ? അയ്യോ, അങ്ങനെ എഴുതി കൊടുത്തില്ലെങ്കിലേ കുഴപ്പാവാ. ഓക്കെ, എങ്കിൽ ഞാൻ എഴുതി തരാം. ആ പേപ്പർ ഞാൻ കീറി തരാം. വേണ്ട, ഞാൻ എടുത്തോളാം. पटने वाला हरामी है. ये कब पटने वाला हरामी है. എന്താണ് മലയാള അർത്ഥം? മലയാള അർത്ഥം എന്താന്ന് എനിക്കും വലിയ പിടികിട്ടിയില്ല. പക്ഷെ നമ്രമുഖിയായി നഖം കടിച്ച് നാണത്തോടെയാണ് അവളിത് എഴുതിയത്. എങ്കിൽ എത്രയും പെട്ടെന്ന് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. സ്കൂളിൽ എനിക്ക് പഠിപ്പിച്ചപ്പോ പഠിച്ചാൽ മതിയായിരുന്നു. അവിടെ ആരോട് ചോദിക്കാം? ഹലോ, അക്ഷരമണി കാശൊന്നുമില്ല. ഓ സോറി, തിരക്കിനിടയിൽ ഞാൻ പറഞ്ഞു. സോറി, ഞാനത് പറഞ്ഞില്ല കേട്ടോ. വാലും ചില്ലൊക്കെ നോക്കി അക്ഷരം വേണ്ടി സമയങ്ങളുണ്ട്. മൊത്തമായിട്ട് 100 രൂപ വെച്ചോളൂ. എടാ ചേട്ടൻ നല്ല ചൂടുള്ള പാലോട് കൊടുക്കും. തൊണ്ടാണ് പൊള്ളട്ടെ. എന്റെ ഒരു സന്തോഷത്തിന് നല്ല ബ്രെഡ് ബട്ടർ ജാമും വേണം, 3 മുട്ട പുഴുങ്ങിയതും വേണം. മുട്ട എവിടെയില്ല, പുറത്തുനിന്ന് വാങ്ങിച്ചാൽ ഞാൻ അവനോട് പറയായിരുന്നു. അതിനോട് മുട്ടയ്ക്ക് ഡിമാൻഡ് ആണോ? മുട്ട കഴിച്ചിട്ട് പോകാവൂ, ഇല്ലേ മുട്ടാലും ചവിട്ടി പിടിക്കും. കള്ളൻ മുട്ട് പൊട്ടാതെ പോണേ. കള്ളൻ കുടിക്കൂ. ഇവനൊരു ഹിന്ദിക്കാരൻ്റെ ലുക്ക്. ചേട്ടന് ഹിന്ദി അറിയാ? അയ്യോ ഇല്ല. കഷ്ടം, മീശം പഠിച്ചോണ്ട് നടക്കണ്ടല്ലോ. ബോംബെയിലെ പിച്ചക്കാർ വരെ നന്നിട്ട് ഹിന്ദി പറയൂലോ. ലേഡി അമേരിക്കാർക്ക് ലാഭം ഉണ്ടാക്കും. സർദാർജി നിക്ക് നിൽക്കൂ. ബൈറ്റോ ബൈറ്റോ ബൈറ്റോ.
ये खत पढ़ने वाला हरामी है। യെസ് യെസ് मैं हरामी हूँ? എന്തത് ദന്തിഷ്ടാണോ അടിച്ച് പല്ലെടുക്കാൻ കണ്ടില്ല. മൂത്തവളെ നിർത്തി ഇളയവളെ എങ്ങനെയാ കെട്ടിച്ചുവിടുക? മൂത്തവള് മൂത്ത് അരച്ചിട്ടൊന്നും ഇല്ലല്ലോ. പക്ഷേ കുട്ടിക്കത് വിഷമാവില്ലേ? വിഷമാവില്ല. കാരണം നല്ലൊരു ജോത്സ്യനെ കണ്ട് മൂത്തവളുടെ ജാതകക്കുറി ഞാൻ വിശദമായി നോക്കിച്ചു. ആ 6 മാസത്തേക്ക് കല്യാണ ആലോചന പോലും പാടില്ലത്രേ. വിഷമിക്കണ്ട, 10 പൊരുത്തവും ഒത്ത ഒരുത്തൻ ഉടനെ എത്തും. ഉദാഹരണത്തിന് സീതയ്ക്ക് ശ്രീരാമനെ പോലെ, പാർവതിക്ക് ശിവനെ പോലെ, ശകുന്തളയ്ക്ക് ദുഷ്യന്തനെ പോലെ, പള്ളിക്കായി സൃഷ്ടിച്ച ഗണപതിയെ പോലെ. വിവരദോഷം പറയാതോ. ആ, ഗണപതിയുടെ അതല്ല, സുബ്രഹ്മണ്യന്റെ ഭാര്യ വള്ളി. സോറി, ഉദാഹരണം പറഞ്ഞു വന്നപ്പോ ഉദ്ദേശിച്ചത് ഉൾട്ടയായി പോയി. മിസ്റ്റർ സുബ്രഹ്മണ്യത്തിന്റെ വൈഫാണ് വള്ളി അല്ലേ? ഗീതുമോൾക്ക് ഗണപതി ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഞാനല്ല, സാക്ഷാൽ ഈശ്വരൻ തന്നെ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ഓ, ആളാരാ? അത് പിന്നെ മടിക്കണ്ട, പറഞ്ഞോളൂ. ആളാരാ? അല്ല, അത് ഞാൻ പിന്നെ പറയാം. സുമുഖനാണ്, സുന്ദരനാണ്, സൽസ്വഭാവിയാണ്. തൽക്കാലം ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. എന്താ തൊഴിൽ? തൊഴിലൊരു പ്രശ്നമാക്കണ്ട. ഈ കുട്ടിയെ രാജകുമാരിയെ പോലെ നോക്കും, ഗണപതിയുടെ കയ്യിലെ മോദകം പോലെ കാക്കും. എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കും. അയ്യോ, ചെക്കൻ എത്താൻ സമയമായി. ഹനുമതി, നിതുമോൾ ഒരുങ്ങാൻ പറയും. പറയൂ. ആട്ടെ, ചെറുക്കന്റെ തറവാടേതാ? അമ്പാട്ട് തറവാട്ടിലെ ഗോവിന്ദൻ നായരുടെ 2ാമത്തെ മകളുടെ മകൻ, പേര് ജയദേവൻ നായർ. ഓ, അമ്പാട്ടുകാരാണോ? ഉവ്വ്. കുട്ടിക്ക് മലയാളം അറിയാമോന്ന് ചോദിച്ചു. അറിയാമെന്ന് ഞാൻ പറഞ്ഞു. ഹിന്ദി അറിയാമോന്ന് ചോദിച്ചു. അറിയാമെന്നും പറഞ്ഞു. ആ, എന്നായാലും നാട്ടിൽ സെറ്റിൽ ആവണ്ടേന്ന് കരുതി മക്കളെ 3 പേരെയും മലയാളം മീഡിയത്തിലാ പഠിപ്പിച്ച് +2 വരെ. ഇളയവളും മലയാളം മീഡിയത്തിലാ. കേട്ട് കാണും, ചെമ്പൂരിലെ ആദർശ വിദ്യാലയം. ആ, അറിയാം. ബോംബെയിൽ ജനിച്ചു വളർന്ന കുട്ടിയായതുകൊണ്ട് ജയദേവൻ കൂടുതൽ താല്പര്യപ്പെട്ടിരിക്കുക. ജയദേവൻ ബോംബെയിൽ എവിടെയായിരുന്നു? നീരാവിയിൽ. നീരാവി? ധാരാവി. ഓ, തെലുങ്കിൽ അങ്ങനെയാണോ പറയുന്നത്? ധാരാവിയിൽ ഏതാണ്ട് 8 വർഷം ഉണ്ടായിരുന്നു ഞാൻ. ഞങ്ങൾ കുർളയിലെ നെഹ്റു നഗറിൽ. മോൾ ഡിഗ്രി എടുത്തത് മാർട്ടിൻകയിലെ റുയ കോളേജിൽ. ആണോ? നല്ലോണം സ്ക്രീൻ ചെയ്ത് ഉണക്കിനെ കണ്ടില്ല പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അവർക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. നമുക്ക് അപ്പുറത്തോട്ട് മാറിയിരുന്ന ചായ മോന്ത മുത്തച്ഛ. ഞാൻ ജയദേവൻ, ബോംബെയിലായിരുന്നു. ഇപ്പോ ഇവിടെ ടൗണിൽ ഒരു ട്രാവൽ ഏജൻസി നടത്തുന്നു. ഇനി എന്താ അറിയുന്നത്? ഇനി നമ്മുടെ ഭാഷയിൽ തന്നെ ആവാം അല്ലേ? ക്യാ തും മുझे പസന്ദ് करते हो? ബോംബെയിൽ വളർന്നിട്ട് എന്താ ഇത്ര നാണം? പറയൂ, എന്നെ ഇഷ്ടമായി? ഹലോ. ഹായ്. അല്ലതാര് രാജീവനോ? ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. ഞാനും. അപ്പൊ സംഗതി അറിഞ്ഞില്ലേ? ഇല്ല. പരുന്നന്റെ രൂപത്തിലൊരു മൊരഞ്ഞ കഴുകൻ കല്യാണ ബ്രോക്കറായിട്ട് ആ കുടുംബത്തിൽ പറഞ്ഞെത്തിയിട്ടുണ്ട്. ഒന്നിനെ റാഞ്ചി, മറ്റേതിന്റെ റാഞ്ചിന് മുൻപ് നമുക്ക് എന്തെങ്കിലും ഒരു പദ്ധതി ആസൂത്രണം ചെയ്യണം. അല്ല, പഴയ പദ്ധതിയുടെ ഒരു ബാലൻസ് ഇപ്പോഴും ബാക്കിയുണ്ടല്ലോ. എന്ത്? നമ്മറമുഖിയായി നാണത്തോടെ നഖം കടിച്ചവൾ എഴുതിയ പ്രേമലേഖനത്തിന്റെ മലയാള അർത്ഥം വളരെ കഷ്ടപ്പെട്ട് ഞാൻ അറിഞ്ഞു. അതെന്താന്നറിയണ്ടേ? എന്തത്? ഇതന്നെ, ഞാൻ ചെറ്റത്തരം കാണിച്ചോണ്ടല്ലോ. സ്വന്തം പ്രയത്നം കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. നിന്നെ പോലുള്ള ചീപ്പ് മീഡിയേറ്റർമാരുടെ സഹായില്ലാതെ തന്നെ ഞാൻ അവളെ കെട്ടാൻ പറ്റുമോ നോക്കട്ടെ. അടിക്കില്ല. എവിടെ പോവാ? ഞാൻ വീട്ടിലേക്ക് 3 ദിവസം പറയണം. ഞാൻ ഈ രാജീവ് കാമൻ. അറിയാം. എന്താ ഈ രാത്രിയിലെ? അങ്ങനെയൊന്നുമില്ല, മോനെ കൂടി ഒന്ന് വിളിക്കൂ, ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. ആ വന്നല്ലോ. അമ്മ എവിടെ? മമ്മി? അമ്മ മരിച്ചിട്ട് 15 കൊല്ലത്തിലേറെയായി. അയ്യോ, ആ അമ്മയല്ല, സാറിന്റെ മിസ്സിസ്, ഭാര്യ, വൈഫ്. എന്തിനാ? പറയാം. രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഒരു പ്രധാന കാര്യം വളരെ സീരിയസ് ആയി സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? പറയാം.
എല്ലാവരും ഉണ്ടല്ലോ. ആ സി, എന്നെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. പാൽ കച്ചവടമാണ് എന്റെ തൊഴിൽ. ഏകദേശം ഒരു 400 രൂപയ്ക്ക് മേൽ ഒരു ദിവസം ഞാൻ സമ്പാദിക്കുന്നുണ്ട്. എന്ന് വച്ചാൽ വളരെ മാന്യമായി ഒരു പെൺകുട്ടി എനിക്ക് പോറ്റാൻ പറ്റും. കറക്കാത്ത പാലിൽ കള്ളമില്ലെന്നാണല്ലോ. അതുപോലെ ഉള്ളം തുറന്ന് ഞാൻ പറയാം, ഇവിടുത്തെ ഈ കുട്ടിയെ എനിക്ക് ഇഷ്ടമാണ്. കുടുംബത്തിൽ കയറി വന്ന് തെമ്മാരത്തിന് പറയുന്നോടാ. മുത്തശ്ശ, ദേഷ്യപ്പെടരുത്. നേരെ വാ, നേരെ പോ. ഈ ഒരു മാർഗം എനിക്ക് വശമുള്ളൂ. അതുകൊണ്ടാ രക്ഷിതാക്കൾ സമക്ഷം ഈ വക കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ നേരിട്ട് വന്നത്. എനിക്ക് ധൃതിയില്ല. ഞാൻ നാളെ ഇതേ സമയത്ത് വരാം. അപ്പൊ വ്യക്തമായിട്ട് മറുപടി തന്നാ മതി. ഓക്കെ? ആ പിന്നെ എല്ലാവരും കേൾക്കെ, ഞാൻ ഒരു സത്യം തുറന്നു പറയാൻ പോവാ. ഈ കുട്ടിയെ എനിക്ക് കെട്ടിച്ച് തന്നില്ലെങ്കിൽ ഞാൻ കിട്ടും ഈ ഉത്തരത്തിൽ. ആ. ഈയിടായിട്ട് പാലോടി ഇത്തിരി കൂടണ്ട്. വെളുക്കാനാ? വേണേ നീ ഇത്തിരി കുടിച്ചോ. ഇങ്ങനെ പോയ കട വെളുക്കും. കട നിന്റെ അപ്പന്റെ ഒന്നല്ലോ. കൂടുതൽ തെഞ്ഞു കൊടുക്കരുത്. പോടാ പോടാ പോ. ഇയാളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിവാഹത്തിന്റെ ആണിക്കല് നാക്കുകൊണ്ട് തറപ്പിക്കുകയും വാക്കുകൊണ്ട് പിഴുതെറുകയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. പിണക്കിക്കൂടാ. വെറുതെ ഒന്ന് സ്നേഹിച്ചു കളയാം. വലിയ ഗൗരവത്തിലാണല്ലോ. ഹായ് ഗണപതിച്ചേട്ടാ, എവിടെയായിരുന്നു ഇതുവരെ? എന്താ കഴിക്കാൻ വേണ്ടത്? ഹോട്ട് മിൽക്ക്, ബട്ടർ മിൽക്ക്, ലസ്സി, ചീസ്, മുട്ട, ബദാങ്കിൽ, ഷാർജ ആൻഡ് ബ്രെഡ്. എന്താ കഴിച്ചോളൂട്ടോ. വിത്തോട്ട് എനിക്ക് ക്യാഷ്. എനിക്ക് വേണ്ടത് ഈ തല ചെത്തി അതിൽ സ്ട്രോ ഇട്ട് നിന്റെ ചോര ഞാൻ വലിച്ചു കുടിച്ചോളാം. അമ്മേ. അമ്മയുടെ വേണ്ട, നിന്റെ. എന്തിനെങ്ങനെ ഡ്രാക്കുളയുടെ പോലെ ഒരു ആഗ്രഹം? എടാ പാൽക്കാരാ, നട്ടപ്പാതിരാക്കി പ്രായമായ പെമ്പിള്ളവരുള്ള കുടുംബത്തിൽ കയറിച്ചത് ധവള വിപ്ലവം സൃഷ്ടിക്കാനാണോ അതിന്റെ ഉദ്ദേശം? ധവള വിപ്ലവോ? താനിങ്ങോട്ട് വന്നേ. എടാ പാൽക്കാരൻ വാൽക്കാരനാവരുത്. വാൽക്കാരനോ? എന്താ അത്? എന്ന് വെച്ചാൽ പൂവാലൻ, വാൽ കൊരങ്ങ് അഥവാ വാൽ മാക്രി. മനസ്സിലായോടാ? അത് ഗണപതി ചേട്ടാ, ഈ ജന്തുശാസ്ത്രത്തിൽ ഐ മീൻ ഇൻ സുവോളജി സ്കൂളിൽ പോകണ്ടേ മനസ്സിലാവും. ഈ പശുവിന്റെ കുഞ്ചുവാലിനെയാണ് പൂവാല് എന്ന് പറയുന്നത്. പൂവാലൻ, പൂവാലി എന്നീ പദങ്ങളെല്ലാം ഈ കന്നുകാലികളിൽ നിന്നുമാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ഉടലെടുത്തത്, അല്ലെങ്കിൽ ഉത്ഭവിച്ചത്. മനസ്സിലായോ ഗണപതി? നീ ആരാടാ സ്കൂൾ മാസ്റ്റർ എന്നെ പഠിപ്പിക്കാൻ? എടാ കന്നാലി ചക്ക, ഇന്നലെ രാത്രി ആരാന്റെ തൊഴുത്തിൽ ചെന്ന് കാണാൻ മുഞ്ചുള്ള ഒരു ജേഴ്സി പശുവിനെ നീ ദാനമായിട്ട് ചോദിച്ചോ? ദാനമായിട്ടല്ല, മാന്യമായിട്ട് പോറ്റാനാ. പോറ്റാൻ നീ ആര് പോറ്റിയോ? ശരി, പോറ്റാൻ അവര് പശുവിനെ തരുന്നില്ല എങ്കിലോ ഞാൻ അഴിച്ചോണ്ട് പോരും. പശു വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ കയറൂരി കഴുത്തി കെട്ടും. ആരുടെ? എന്റെ. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ പാൽക്കാരനെ വെച്ചൊരു പാലം പണിതാലോ? ഇങ്ങനെ ഒരു അലവലാതി ആ കുടുംബത്തിൽ കയറിയാലേ എന്റെ മാർഗം എളുപ്പമാകും. അപ്പൊ താൻ അവളെ കെട്ടിയേ അടങ്ങൂ. അതെ. എങ്കിൽ താൻ ഞെട്ടരുത്. താൻ അവളെ കെട്ടും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ തട്ടും. ചേട്ടാ, ആന കൊടുത്താൽ ആശ കൊടുക്കരുത്. ആശയല്ലടാ, പശുവാടാ. നീ മോഹിച്ച, നിന്നെ മോഹിപ്പിച്ച ആ ജേഴ്സി പശുവിനെ തന്നെ വാങ്ങി തരാമടാ. സത്യമാണ് ഗണപതിച്ചേട്ടാ? അതെ, സത്യമാണ്. ആ തറവാട്ടിൽ നീ കയറേണ്ടത് എന്റെയും കൂടി ഒരു ആവശ്യമാണ്. ചില സഹായങ്ങൾ എനിക്കും നീ ചെയ്തു തരേണ്ടി വരും. ഇക്കാര്യത്തിൽ ഞാൻ ചേട്ടനെ എന്തും ചെയ്യും. പക്ഷേ എനിക്ക് അത്ര പെട്ടെന്ന് നിന്നെ സഹായിക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി പറഞ്ഞ സമയത്തിന് തന്നെ നീ തറവാട്ടിലെത്തണം. ആ ഫാമിലിയുടെ മുമ്പിൽ വെച്ച് തിരുവട്ടാറിൽ നിന്നും വന്ന 3 തമിഴ് ഗുണ്ടമാർ നിന്നെ മൃഗീയമായി തല്ലിച്ചതയ്ക്കും. നിലവിളിക്കണ്ട, ഒരു ഷോ, തമാശ, ജസ്റ്റ് ഫോർ ഹൊറർ. നിനക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. എന്തിനാ എന്നെ തല്ലുന്നേ? തല്ല് കിട്ടേണ്ട പണിയല്ലടാ നീ കാണിച്ച്. അല്ല ഗണപതിച്ചേട്ടാ, തല്ലൊഴിവാക്കിട്ട് തടി കടവണ്ട് വെള്ളം ഒടിച്ചിട്ട് അങ്ങനെ പറ്റില്ല. അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തു പോയി. മാത്രമല്ല, ഒരു ഡബിൾ ഗെയിം കളിച്ചാലേ എനിക്ക് എന്റെ കരുക്കൾ നീക്കാൻ പറ്റുള്ളൂ. ഇതിലൊരു സത്യം ഞാൻ പറയാം. ഈ തല്ല് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് നിനക്കാണ്. എനിക്കോ? അതെ, അവളിൽ നിന്നും കിട്ടുന്ന സിമ്പതി. പ്രേമത്തിൽ സിമ്പതിക്കുള്ള സ്ഥാനം എന്താണെന്ന് അറിയാവല്ലോ. അത് തല്ല് കിട്ടുമ്പോൾ തനിക്ക് മനസ്സിലാവും. ആ സിമ്പതി മുറുകെ പിടിച്ച് കയറിയാൽ ഷോർട്ട് കട്ടിലൂടെ എളുപ്പം തനിക്ക് അവളുടെ ഹൃദയത്തിലെത്താം. എന്താ അതുപോലെ? മതി. ഹൃദയത്തിലെത്തുമ്പോഴും എനിക്ക് ജീവനുണ്ടാവണം. ഗണപതിക്ക് ജീവനുണ്ടെങ്കിൽ രാജീവനും ജീവനുണ്ടാവും. ചേട്ടാ, താമസേനും എത്തിയില്ലേ? ഈ മുറ്റത്ത് അവനെന്നെ കാലുകുത്തില്ല. ഞാൻ ഇവിടെ ഉള്ളത് അവൻ എങ്ങനെയോ അറിഞ്ഞു കാണും.
ഞാൻ നോക്കായിരുന്നു ഗണവച്ചനെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ തുടങ്ങാല്ലേ തുടങ്ങാം. നിങ്ങളുടെ മർമ്മം ശരിയല്ല ഞാൻ പറഞ്ഞ പോലെ ഇടിച്ചാ മതി ഇല്ല മൂലവും ചതവും തമ്മിൽ ചേരിയില്ല ആ കൈ പൊക്കി നിൽക്കുന്ന ഉപ്പുലേഷനിട്ട് രണ്ട് പടക്കൂടെ അപ്പൻ വെറുതെ സംസാരിച്ചോണ്ട് കാര്യമല്ല സാർ കാര്യം പറഞ്ഞാ പോരാ എനിക്ക് കിട്ടാനുള്ള കിട്ടണമോ കിട്ടി വീണ്ടും കിട്ടി തമാശക്കാരി തമാശക്കാരി കാര്യം എന്തായി ശരി രണ്ടു മൂന്ന് തട്ട് കെട്ടാൻ പറഞ്ഞ് തമിഴന്മാര് കയറി പെരുമാറുകയാണല്ലോ കുഴപ്പമാവോ ചാക്കോച്ച് വെച്ചിട്ട് മറിയാമോ ഒന്നുമോ അടി നിർത്ത് വായിലെ കൈ പറഞ്ഞാ കേൾക്കൂല അവനെ ഒന്നും ചെയ്യാം അവനൊന്നും ചെയ്യരുത് നിർത്താനല്ലേ പറഞ്ഞത് ഗണപതി എന്താ ഇതിന്റെ അർത്ഥം ചോദിച്ചത് കേട്ടില്ലേ ഗണപതി എന്തായത് ഓടാ ഇത്രത്തോളം ക്രൂരാവും ഞാൻ പ്രതീക്ഷിച്ചില്ല ആജ്ഞാപിച്ചു ഞാൻ അനുസരിച്ചു ആരാജ്ഞാപിച്ചു ഞാൻ തന്നെ അച്ഛനും അതെ